പള്ളിപ്പുറം തീരദേശ റോഡരികിൽ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിൽ കണ്ടെത്തി. പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂർ സ്വദേശിനി പ്രവിയ 30 വയസ്സാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആലൂർ സ്വദേശി സന്തോഷിനെ വീടിന്റെ മുകൾ നിലയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. ഞായറാഴ്ച കാലത്ത് 8:30യോടെയായിരുന്നു സംഭവം. റോഡരികിലെ കുറ്റിക്കാട്ടിൽ ഒരു യുവതിയുടെ ശരീരം കത്തുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിക്കുന്നത്. സംഭവ സ്ഥലത്തിന് സമീപത്ത് നിന്നായി ഒരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കത്തിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. യുവതിയുടെ നാട്ടുകാരനായ സന്തോഷ് എന്ന യുവാവാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്ന സൂചനകളും ലഭിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് പ്രവിയ. തീരദേശപാത വഴി ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടി ബൈക്കിൽ പോകുന്നതിനിടെ സന്തോഷ് പിന്തുടർന്നെത്തി ആക്രമിക്കുകയായിരുന്നു. തീർത്തും വിജനമായ സ്ഥലത്തെത്തിയായിരുന്നു ആക്രമണം. പ്രവിയയുടെ സ്കൂട്ടി വാഹനവും സമീപത്ത് മറിഞ്ഞു കിടക്കുന്ന നിലയിലാണ്. ഇതിനോട് ചേർന്ന് നെൽപ്പാടത്തിനരികിലെ കുറ്റിക്കാട്ടിലാണ് യുവതിയെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. ഇതിന് സമീപത്ത് നിന്നായി കുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കത്തിയുടെ കവറും കണ്ടെത്തി. കുറ്റകൃത്യത്തിന് ശേഷം ആലൂരിലെ വീട്ടിലെത്തി പ്രതിയെന്ന് കരുതുന്ന സന്തോഷ് വീടിന്റെ ടെറസിൽ കയറി ആസ്പെറ്റോസ് മേൽക്കൂരയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. കൈ ഞരമ്പ് മുറിച്ച ശേഷമാണ് സന്തോഷ് തൂങ്ങി മരിച്ചത്. യുവതിയുടെ ഫോൺ സന്തോഷ് തൂങ്ങി മരിച്ച സ്ഥലത്തിന് സമീപത്ത് നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് പോലീസ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.